ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ വൈസ്. നിങ്ങൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ സെക്ഷൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്ക്ലൂസീവ് CSAT റിപ്പീറ്റേഴ്സ് കോഴ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏജസിൽ നിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതിനി UPSC എക്സാം ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഓർഡർ ആയിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജസിൽ നിന്ന് തുടങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് വലിയ കോൺസെപ്റ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം, റൈറ്റ്? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏജസിൽ നിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് നല്ലത്, റൈറ്റ്? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഏജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് 3 ടൈപ്പാണ്. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സിംഗിൾ റേഷ്യോ പ്രോബ്ലംസ്, ഡബിൾ റേഷ്യോ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇത് രണ്ടിലും വരാത്തതായിട്ടുള്ള മിസ്ലീനിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇത് 3 ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഏജസ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ ഞാൻ കുറപ്പം പറഞ്ഞതുപോലെ തന്നെ സിംഗിൾ റേഷ്യോ പ്രോബ്ലംസും ഡബിൾ റേഷ്യോ പ്രോബ്ലംസും നമ്മൾ നോക്കും. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കും, റൈറ്റ്? അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം SSC ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്കിങ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ രണ്ടാമത്തെ പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 ക്ലാസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഏജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും, റൈറ്റ്? അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ ഈ ഏജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ, അല്ലെങ്കിൽ ഏജസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്, റൈറ്റ്? റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ റേഷ്യോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലായിട്ടാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഈ ഏജസിലും ഈ റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇനി ഉടനീളം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു കാര്യം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ 2 പേരുണ്ടെന്ന് വിചാരിച്ചോളൂ. A എന്ന് പറയുന്ന 2 പേരുണ്ടല്ലേ, എയും ബി എന്ന് പറയുന്ന 2 പേരുണ്ട്. ഇവരുടെ ഏജ് നമുക്ക് തരുന്നത് ഒരു റേഷ്യോയുടെ രൂപത്തിലായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് 5:7 എന്നുള്ള രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവരുടെ ഏജിന്റെ റേഷ്യോ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യരുത്? ഇവിടെ ഏജ് എന്ന് പറയുന്നത് ഈ 5ഉം 7ഉം ആണെന്ന് കരുതി നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ എയുടെ ഏജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ടൈംസിൽ ഏതോ ഒരു നമ്പറായി ആകുമ്പോഴാണ്, അല്ലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എയുടെ ഒരു ഏജ് കിട്ടുന്നത്. അതുപോലെ ബിയുടെ ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ടൈംസ് കൊണ്ട് ഏതോ ഒരു നമ്പറായിട്ട് മൾട്ടിപ്ലൈ ആകുന്നുണ്ട്, റൈറ്റ്? കാരണം എന്താണ്? ഇവിടെ എയുടെയും ബിയുടെയും ശരിക്കുള്ള വയസ്സല്ല തന്നിരിക്കുന്നത്. ശരിക്കുള്ള വയസ്സിന്റെ ഒരു ഷോർട്ടർ ഫോം ആയിട്ടാണ്, അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും ഏജിന്റെ റേഷ്യോ തന്നിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എയുടെ ഏജ് എന്ന് പറയുന്നത് 15 ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെ? എയുടെ ഏജ് 15 ആണ്. അപ്പൊ എയുടെ വയസ്സ് 15 ആണെങ്കിൽ നമുക്ക് റേഷ്യോ തന്നിരിക്കുന്നത് എത്രയാണ്? 5 ആണ് തന്നിരിക്കുന്നത്. അതായത് ഈ വയസ്സ്, അല്ലെ, ഇത് 5 ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? 5 കൊണ്ട് എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? നമുക്ക് 15 കിട്ടുന്നത്. അപ്പൊ അതുപോലെ, അല്ലെ, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എയുടെ ശരിക്കുള്ള വയസ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബിക്കും എന്ത് ചെയ്യണം? ബിക്കും ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബിയുടെ വയസ്സും കിട്ടും. അപ്പോൾ എത്രയെന്ന് പറഞ്ഞ് കിട്ടും? നമുക്ക് 21 എന്ന് പറഞ്ഞ് കിട്ടും, അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇതുപോലെ ആയിരിക്കും. അതായത് ശരിക്കുള്ള വയസ്സ് എന്താണ്? എയുടെയും ബിയുടെയും ശരിക്കുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15:21 ആണല്ലേ? ഇതിനെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് 5:7 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമുക്ക് അങ്ങോട്ട് പോകുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? ഈ ചിലപ്പോഴൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു റേഷ്യോ തരും, പിന്നീട് നമുക്ക് ഡബിൾ റേഷ്യോ ആയിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഞാൻ പല ടൈപ്പായിട്ട് പിരിച്ചിരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് റേഷ്യോയുടെ ഫോമിലായിരിക്കും ചോദിക്കുന്നത്. ചില സമയത്ത് റേഷ്യോ എന്ന് എക്സാക്ട്ലി പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ അത് സെന്റൻസിൽ എന്ത് ചെയ്തിരിക്കും? ഇൻഡയറക്ട്ലി റേഷ്യോ ആയിട്ട് തന്നിട്ടുണ്ടാകും. അതും നമുക്ക് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈപ്പായിട്ടുള്ള സിംഗിൾ റേഷ്യോ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി സം ഓഫ് ദി പ്രസന്റ് ഏജസ് ഓഫ് എ സൺ ആൻഡ് ഹിസ് ഫാദർ ഇസ് 60 ഇയേഴ്സ്, അല്ലേ? 6 years ago father's age was 5 times the age of the son. After 6 years son's age will be. ഇവിടെ ആലോചിച്ച് നോക്ക്, ഇവിടെ എന്തുണ്ട്? ഇവിടെ
ഒരു ഫാദർ ആൻഡ് സണ്ണിന്റെ ടോട്ടൽ ഏജ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട്? 60 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഒരു ഫാദർ ആൻഡ് ഏജിന്റെ ടോട്ടൽ ഏജ് തന്നിട്ടുണ്ട്. അതെന്ന് പ്രസന്റ് ഏജസിൽ. ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ എഴുതിയൊന്നും ആയിരിക്കില്ല പഠിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കുറേ കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ ക്വിക്കായിട്ട് ചെയ്തു പോകും, റൈറ്റ്? അപ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എഴുതി പോവുകയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് പ്രസന്റ് അല്ലേ? അറ്റ് പ്രസന്റിൽ അവരുടെ ടോട്ടൽ ഏജ് എന്താണെന്ന് പറയുന്നുണ്ടല്ലേ? ഒരു ഫാദറിന്റെയും സണ്ണിന്റെയും ടോട്ടൽ ഏജ് എത്രയാണ്? ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 60 ആണ്, റൈറ്റ്? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു 0 കൂടി ഇടുവാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു 3 കീവേഡ് യൂസ് ചെയ്യും. അതായത് പ്രസന്റിന് ഞാൻ എന്ത് സൂചിപ്പിക്കും? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ആയിരിക്കും സൂചിപ്പിക്കാൻ പോകുന്നത് പ്രസന്റിനെ, അല്ലെങ്കിൽ പ്രസന്റ് കാലഘട്ടത്തിനെ. ഇനി നമ്മളുടെ അടുത്ത് പറയുവാണ് 6 വർഷത്തിന് മുൻപ് എന്ന് പറയുവാണ്, അല്ലെങ്കിൽ 5 വർഷത്തിന് മുൻപ് പറയുവാണ്, അല്ലെങ്കിൽ 10 വർഷത്തിന് മുൻപ് എന്ന് പറയുവാണ്, അല്ലെങ്കിൽ 10 ഇയേഴ്സ് ആഗോ, 5 ഇയേഴ്സ് ആഗോ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ബിഫോർ 5 ഇയേഴ്സ് അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ മൈനസ് ആയിരിക്കും ഇടുന്നത് അല്ലേ? -6, -4, -10 ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കാലഘട്ടം നമുക്ക് തിരിച്ചറിയണം. ഏതൊക്കെ കാലഘട്ടത്തിലാണ് അവരുടെ വയസ്സ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് അവരുടെ റേഷ്യോ തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതുപോലെ ഒരു 3 കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇനി ചോദിക്കുവാണ് അല്ലെ, ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചൊന്നുമല്ല. ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കാൻ പോകുന്നത്? നമ്മൾ +6 എന്നുള്ള രീതിയിലായിരിക്കും. ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും? അറ്റ് പ്രസന്റിൽ ഫാദറിന്റെയും സണ്ണിന്റെയും ടോട്ടൽ ഏജ് എത്രയാണ്? 60 ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഇനി നമ്മുടെ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6 ഇയേഴ്സ് എഗോ ഫാദേഴ്സ് ഏജ് വാസ് 5 ടൈംസ് ദി ഏജ് ഓഫ് ദി സൺ. നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി ക്വസ്റ്റിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 6 വർഷത്തിന് മുമ്പ് 6 ഇയേഴ്സ് അഗോ ഫാദറിന്റെ ഏജ് എന്താണ്? 5 ടൈംസ് ഓഫ് ദി സൺ. അതായത് എങ്ങനെയായിരിക്കും പറയുന്നത്? ഈ 5 ടൈംസ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്, സോറി, 5 ടൈംസ് ദി ഏജ് ഓഫ് ദി സൺ എന്ന് പറയുന്നത് 5:1 ആണ് അല്ലേ? ഇവിടെ അതായത് റേഷ്യോ തന്നിരിക്കുന്നത് ഏത് രൂപത്തിലാണ്? സെന്റൻസ് രൂപത്തിലാണ് ഇവിടെ എന്താണ് ഇവരുടെ ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണമെന്നില്ല, റേഷ്യോ തരുന്നത് നേരിട്ട് 5:1 എന്ന് പറയണമെന്നില്ല. അതിന് പകരം എന്ത് ചെയ്യാം? ഇതുപോലെ സെന്റൻസ് രൂപേണ നമുക്ക് തരാവുന്നതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നമുക്ക് ഒരു കാര്യമുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്? 6 വർഷത്തിന് മുമ്പ് ഇവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 5:1 ആണ്. ഇത് നമുക്കറിയാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ടോട്ടൽ അല്ലേ, ടോട്ടൽ ആ ടൈം പീരീഡ് തന്നിരിക്കുന്നത് ഏതാണ്? ഇവരുടെ ടോട്ടൽ ഏജ് തന്നിരിക്കുന്നത് ഈ ടൈം പീരീഡിലാണ് അല്ലേ? അതുപോലെ തന്നെ ഇവരുടെ റേഷ്യോ തന്നിരിക്കുന്നതോ ഈ ടൈം പീരീഡിൽ അല്ലെ? 6 വർഷത്തിന് മുൻപാണ് അവരുടെ ഏജിന്റെ റേഷ്യോ തന്നിരിക്കുന്നത്. അവരുടെ ഏജിന് ടോട്ടൽ തന്നിരിക്കുന്നതോ പ്രസന്റ് കാലഘട്ടത്തിൽ. നമ്മളോട് ഇനി ചോദിച്ചിരിക്കുന്നതോ ആഫ്റ്റർ 6 ഇയേഴ്സ് സണ്ണിന്റെ ഏജ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞുതരാം ഇതിന്റെ കൂട്ടത്തിൽ. അതായത് പ്രസന്റിൽ ഫാദറിന്റെയും സണ്ണിന്റെയും ടോട്ടൽ ഏജ് പറയുന്നത് എത്രയാണ്? 60 ആണ് അല്ലേ? ഇനി ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം എന്താണ് ഈ 2025 അല്ലെ, 2025 എൻ്റെ ഏജ് എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെയാണെങ്കിൽ 2024 എൻ്റെ ഏജ് എന്തായിരിക്കും? 32 ആയിരിക്കും. അപ്പൊ 23 31 ആയിരിക്കും. അതായത് 2 വർഷം പുറകോട്ട് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു? എനിക്ക് 2 വയസ്സും കൂടി കുറയുന്നുണ്ട്. അങ്ങനെ അതേ കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ 6 വർഷം മുൻപാണെങ്കിൽ എന്ത് ചെയ്യും? അച്ഛനും 6 വയസ്സ് കുറയും, മകനും 6 വയസ്സ് കുറയും. അങ്ങനെ ടോട്ടൽ അവർക്ക് എത്ര വയസ്സ് കുറയും? അവർക്ക് 12 വയസ്സ് കുറയും അല്ലേ? അപ്പൊ ആലോചിച്ച് നോക്കുക. അപ്പൊ ടോട്ടൽ വയസ്സിൽ നിന്ന് 12 കുറയുമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രസന്റിൽ അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? 6 വർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6 വർഷത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഈ 12 കുറഞ്ഞത് എന്തായിട്ട് മാറും? അത് 48 ആയിട്ട് മാറും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് ഇപ്പോൾ എന്തുണ്ട്? നമുക്ക് 6 വർഷത്തിന് 6 വർഷത്തിന് മുമ്പുള്ള അവരുടെ ടോട്ടൽ ഏജ് അറിയാം. അതുപോലെ തന്നെ അവരുടെ റേഷ്യോയും നമുക്കറിയാം. റേഷ്യോ എന്ന് പറയുന്നത് 5:1 ആണ്. ഈ 5:1 എന്ന് പറയുന്നത് 5+1 ആയിരിക്കുമല്ലോ എന്തെന്ന് പറയുന്നത്? ഈ 48 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 6 യൂണിറ്റ് 48 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും വരുന്നത്? ഇമാജിൻ ചെയ്ത് നോക്ക്. 6 യൂണിറ്റ് എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 48/6 എന്തായിരിക്കും വരുന്നത്? അല്ലേ? 8 എന്നായിരിക്കും വരുന്നത് അല്ലേ? ഇപ്പം നമുക്കറിയാം
ഒരു യൂണിറ്റ് നമുക്കറിയാം 8 ആണെന്ന് അറിയാം. ഒരു യൂണിറ്റ് 8. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആഫ്റ്റർ 6 ഇയേഴ്സ് സൺസ് ഏജ് വിൽ ബി. അതായത് മകന്റെ ഏജ് എത്രയല്ല 6 വർഷത്തിന് ശേഷം മകന്റെ ഏജ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തൊക്കെ നമുക്കറിയാം. പ്രസന്റിൽ അവരുടെ ടോട്ടൽ ഏജ് നമുക്ക് തന്നിട്ടുണ്ട് 60. പാസ്റ്റിൽ നമുക്കറിയാം അവരുടെ ടോട്ടൽ ഏജ് കിട്ടി, നമുക്ക് 48 എന്ന് കിട്ടി. അതുപോലെ റേഷ്യോ നമുക്ക് കിട്ടി 5:1 ആണെന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. അപ്പോൾ 5:1 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത് അല്ലേ? ഒരു യൂണിറ്റ് 8 ആണെന്നുണ്ടെങ്കിൽ മകന് പാസ്റ്റിൽ 6 വർഷത്തിന് മുൻപ് മകന് 8 വയസ്സും അച്ഛന് എത്ര വയസ്സും ആയിരിക്കും? അച്ഛന് 40 വയസ്സും ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇതെന്ന് പറയുന്നത് എപ്പോഴാണ്? ബിഫോർ 6 ഇയേഴ്സ് ആണ് അല്ലേ. 6 വർഷത്തിന് മുൻപാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രസന്റിൽ എത്രയായിരിക്കും വരുന്നത്? പ്രസന്റിൽ 46ഉം അതുപോലെ തന്നെ സണ്ണിന് എത്രയായിരിക്കും വരുന്നത്? സണ്ണിന് 14 ആയിരിക്കും വരുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ 6 ഇയേഴ്സ്. ആഫ്റ്റർ 6 ഇയേഴ്സ് ആകുമ്പോൾ എന്തായിരിക്കും വരുന്നത് അല്ലേ? +6 വരും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? സണ്ണിന് ഇപ്പോൾ 14 ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 6 ഇയേഴ്സ് ആകുമ്പോൾ 20 ആയിരിക്കും. അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും. നിങ്ങൾക്ക് ഞാനിത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് എക്സാമിന് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമിന് നമുക്കിത് എങ്ങനെ ക്വിക്കായിട്ട് ചെയ്യണം എന്നുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ എക്സാമിനാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം എന്താണ് സം ഓഫ് ദി പ്രസന്റ് ഏജ് ഓഫ് എ സൺ ആൻഡ് ഹിസ് ഫാദർ. അപ്പോൾ നമുക്കറിയാം 2 പേരുണ്ടെന്ന് അറിയാം. ഇവരുടെ ടോട്ടൽ ഏജ് പറഞ്ഞിട്ടുണ്ട് എത്രയാണെന്ന്? 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രസന്റിലാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് എക്സാമിന് നമ്മൾ ഏത് അപ്രോച്ചാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമ്മളടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 6 ഇയേഴ്സ് എഗോ. അപ്പോൾ അതായത് -6 അല്ലെ 6 വർഷത്തിന് മുമ്പാണ് അവരുടെ ഏജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 5 ടൈംസ് ദി ഏജ് ഓഫ് ദി സൺ. അതായത് 5:1 ആണെന്ന് അറിയാം. ഇതെന്ന് പറയുന്നത് എന്താണ്? 6 വർഷത്തിന് മുമ്പുള്ളതാണെന്ന് അറിയാം. അപ്പം എന്താണ്? പ്രസന്റിൽ അവരുടെ ടോട്ടൽ ഏജ് 60 ആണെങ്കിൽ 6 വർഷത്തിന് മുമ്പ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി 6 വീതം കുറയും അല്ലേ. അപ്പോൾ 2 പേരുള്ളത് കൊണ്ട് തന്നെ -12 ആയിരിക്കും. അതായത് 48 ആയിരിക്കും അല്ലേ. നമുക്ക് ഇനി അടുത്തറിയാവുന്ന എന്താണ്? ഈ 5:1 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്? 5 + 1 6. ഈ 6 യൂണിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ 48 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് ഡെഫിനറ്റ്ലി 8 ആയിരിക്കും. ഇനി അപ്പോൾ 8 ആണെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് എന്താണ് ഉള്ളൂ. അപ്പോൾ അതും എന്തായിരിക്കും? 8 ആയിരിക്കും വരുന്നത്. ഇനി ആഫ്റ്റർ 6 ഇയേഴ്സ് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എത്ര കൂട്ടും? ഇവിടെ നമ്മൾ 12 കൂട്ടും. അതിന്റെ കാരണം എന്താണ്? കാരണം ഇവിടെ ഒരു -6 ഉണ്ടല്ലേ. -6 ന്ന് പ്രസന്റിലോട്ട് പോകാൻ 6 കൂട്ടണം. വീണ്ടും എന്ത് ചെയ്യാം? +6 പോകാനായിട്ട് 6 കൂട്ടണം. അപ്പോൾ ടോട്ടൽ എത്ര കൂടും? 12 കൂടും. ഞാൻ എന്ത് ചെയ്യും? ഈ 8ന്റെ കൂടെ +12 ഇടും. അപ്പം എന്ത് ചെയ്യും? 20 ആയിട്ട് മാറും. ഇതിനേക്കാൾ ക്വിക്കായിട്ട് ചെയ്യാം. ഞാനിത് വീണ്ടും നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്? കുറച്ചും കൂടി ഇങ്ങനെ ചെയ്തതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ മാൻ ഈസ് 24 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് സൺ. ഇൻ 2 ഇയേഴ്സ് ഹിസ് ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് ഹിസ് സൺ. ദെൻ പ്രസന്റ് ഏജ് ഓഫ് ഹിസ് സൺ ഈസ്. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ അല്ലേ? എ മാൻ ഈസ് 24 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് സൺ. അതായത് ഇവിടെ 2 പേരുണ്ട് അല്ലേ. അച്ഛനും മകനും ഉണ്ട്. സണ്ണിനേക്കാൾ 24 വയസ്സ് അല്ലെ 24 വയസ്സ് കൂടുതലാണ് ആർക്ക്? ഫാദറിന്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വരുന്നത് അല്ലേ? 24 വയസ്സ് കൂടുതലാണ് ആർക്ക്? സണ്ണിനേക്കാൾ 24 വയസ്സ് കൂടുതലാണ് ഫാദറിന്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇൻ 2 ഇയേഴ്സ് ഹിസ് ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് ഹിസ് സൺ. അതായത് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിനേക്കാൾ ഇരട്ടിയാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ട്വൈസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റേഷ്യോ ആക്കണം. റേഷ്യോ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കും വരുന്നത് അല്ലേ? ഇൻ 2 ഇയേഴ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രസന്റിൽ അവരുടെ ഏജ് ആണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാലഘട്ടം പറയുന്നില്ല അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്തില്ല? കാലഘട്ടം പറയുന്നില്ല. അതായത് ഏത് കാലഘട്ടത്തിലാണ് ഇവരുടെ വയസ്സിന്റെ വ്യത്യാസം 24 എന്നുള്ളത് പറയുന്നില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സെന്റൻസിൽ പറയുന്നത് എന്താണ്? ഇൻ 2 ഇയേഴ്സ് ഹിസ് ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് ഹിസ് സൺ. അതായത് നമുക്ക് കൃത്യമായിട്ട് ചില സമയത്ത് കാലഘട്ടങ്ങളൊന്നും പറയില്ല. ആ ഒരു സെന്റൻസിൽ അവരുടെ നിലവിലുള്ള വയസ്സ് എന്താണെന്നോ എങ്ങനെയാണെന്നോ, ഏത് 6 വർഷത്തിന് മുമ്പുള്ളതാണോ 5 വർഷത്തിന് മുൻപുള്ളതാണോ അല്ലെങ്കിൽ നിലവിലുള്ളതാണോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ പ്രസന്റ് ഏജ് ആയിരിക്കും
അല്ലെ, ആ വയസ്സെന്ന് പറയുന്നത് അവരുടെ പ്രസന്റ് ഏജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് രണ്ടുപേരുടെ വയസ്സിന്റെ വ്യത്യാസം പറയുന്നുണ്ടല്ലേ, അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിന്റെ വ്യത്യാസം പറയുന്നുണ്ട് 24 ആണെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, അത് പ്രസന്റിലെ ഏജ് ആയിരിക്കും. റൈറ്റ്? ഇത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത് പ്രസന്റിലെ ഏജ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ സെന്റൻസിൽ എന്താ പറയുന്നത്? ഇൻ 2 years ഹിസ് ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് ഹിസ് സൺ. അപ്പോൾ ട്വൈസ് ദ ഏജ് ഓഫ് ദി സൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് നമ്മൾ റേഷ്യോ ഫോമിലോട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ റേഷ്യോ ഫോമിലോട്ടാണ് എഴുതുമ്പോൾ എന്തായിരിക്കും വരുന്നത്, 2:1 ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ് അല്ലേ, 2 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുതരാം, ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞുതരാം. അതായത് നേരത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്ക് എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് കാലഘട്ടങ്ങളൊന്നും ഒരു സെന്റൻസിൽ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞു. റൈറ്റ്? ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് എനിക്കിവിടെ 30 വയസ്സാണെന്ന് വിചാരിച്ചോളൂ. ലെറ്റ്സ് സേ എനിക്ക് 30 വയസ്സാണ്, നിങ്ങൾക്ക് ഒരു 20 വയസ്സാണെന്ന് വിചാരിച്ചോളൂ, 20. അപ്പോൾ നമ്മളുടെ രണ്ടുപേരുടെയും ഏജിന്റെ ഡിഫറൻസ് എന്തായിരിക്കും ഇവിടെ വരുന്നത്? 10 ആയിരിക്കും അല്ലേ. അതായത് എനിക്ക് 30 വയസ്സും നിങ്ങൾക്ക് 20 വയസ്സും ആണെങ്കിൽ നമ്മുടെ വയസ്സിന്റെ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി 5 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര വയസ്സ് വരും? എനിക്ക് 35 ആയിരിക്കും, നിങ്ങൾക്ക് 25 ആയിരിക്കും. അപ്പോഴും നമ്മുടെ ഏജ് ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. നിങ്ങൾ ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നൗ ആൻഡ് ഓൾവേസ് ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺസ് വിൽ നോട്ട് ചേഞ്ച്. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഏത് സമയത്ത്, ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും, ഇനി എത്ര വർഷം കഴിഞ്ഞാലും 2 പേര് തമ്മിലുള്ള അവരുടെ വയസ്സ് വ്യത്യാസം ഒരിക്കലും മാറുന്നില്ല. അത് സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ എന്താണോ നമ്മളുടെ ഏജ് ഡിഫറൻസ് അത് തന്നെയായിരിക്കും ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞാലും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്? അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുക. എ മാൻ ഇസ് 24 ഇയേഴ്സ് ഓൾഡർ ദാൻ ഹിസ് സൺ എന്ന് പറയുമ്പോൾ പ്രസന്റിൽ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സിന്റെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? ഹിസ് ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് ഹിസ് സൺ ഇൻ 2 years ആണ് അല്ലേ. അപ്പം ആഫ്റ്റർ 2 years അവരുടെ ഏജിന്റെ റേഷ്യോ അറിയാം, 2:1 ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വയസ്സിന്റെ വ്യത്യാസവും അപ്പോഴെന്താ തന്നെ ആയിരിക്കും അല്ലേ. അതായത് 2 വർഷം കഴിഞ്ഞാലും 4 വർഷം കഴിഞ്ഞാലും അവരുടെ വയസ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 24 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത് അല്ലേ, ഇവരുടെയും ഈ റേഷ്യോയുടെ വ്യത്യാസം എന്ത് തന്നെയായിരിക്കും? 24 തന്നെ ആയിരിക്കും അല്ലേ. നമുക്കറിയാം ഇപ്പൊ ഈ റേഷ്യോയുടെ 2:1 നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അപ്പൊ ഈ 1 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 24 എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയാലോ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇനി എത്ര കാലഘട്ടമാണെങ്കിലും, ഏത് വർഷമാണെന്നുണ്ടെങ്കിലും, ഇനി എത്ര വർഷം കഴിഞ്ഞാലും 2 പേരുടെ വയസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയസ്സ് വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഒരുപോലെ തന്നെ, സെയിം തന്നെ ആയിരിക്കും. ഇത് ഒരിക്കലും മാറുന്നില്ല. ഈ ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പേഴ്സൺസ് വിൽ നോട്ട് ചേഞ്ച് അല്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയി. അപ്പൊ അതുപോലെ തന്നെ ആഫ്റ്റർ 2 years എന്തായിരിക്കും അവരുടെ ഏജിന്റെ റേഷ്യോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2:1 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. 2:1. അപ്പൊ നമുക്കറിയാം ഈ 2:1 ഡിഫറൻസ് എന്താണ്? 1 ആണ്. അപ്പോൾ ഡിഫറൻസ് 1 ആണെന്നുണ്ടെങ്കിൽ ഈ 1 ആയിരിക്കുമല്ലോ എന്തെന്ന് പറയുന്നത്? 24 years എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി. എന്താണ്, ഇനി എത്ര വർഷം കഴിഞ്ഞാലും അവർക്കിടയിലുള്ള ഏജ് ഡിഫറൻസ് എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അപ്പോൾ 24 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രസന്റ് ഏജ് ആണ്. 2 വർഷത്തിന് മുമ്പ് അല്ലെ, 2 വർഷത്തിന് മുമ്പ് നമുക്കറിയാം സണ്ണിന്റെ ഏജ് എന്താണ്? 24 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് പ്രസന്റ് എന്തായിരിക്കും വരുന്നത് അല്ലെ? അറ്റ് പ്രസന്റ് എന്തായിരിക്കും വരുന്നത്? 24 - 2. കാരണം 2 വർഷം പുറകോട്ട് പോയാൽ മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 22 എന്ന് ആൻസർ കിട്ടും. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? സംഭവം ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. ഇതിപ്പോൾ സിംഗിൾ റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ട്രഡീഷണൽ മെത്തേഡായിട്ട് നമ്മൾ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്തു പോവുകയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, തേർഡ് ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തേർഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദി ഏജസ് ഓഫ് എ ഫാദർ ആൻഡ് ഹിസ് സൺ ഈസ് 100 years now. 5 years ago, their age were in the ratio of 2:1. The ratio of the age of father and son after 10 years will be. ഇതപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ.
ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എങ്ങനെ ചെയ്യാൻ പറ്റുന്ന. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നോക്കി. 2 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് കോൺസെപ്റ്റ്സും പഠിച്ചു. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദി ഏജസ് ഓഫ് ഫാദർ ആൻഡ് ഹിസ് സൺ ഈസ് 100 ഇയേഴ്സ് നൗ. അതായത് പ്രസന്റില് ഫാദറിന്റെയും സണ്ണിന്റെയും ടോട്ടൽ ഏജ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? അല്ലേ, 100 ആണെന്ന് പറയുന്നുണ്ട്. 5 years ago their age were in the ratio of 2:1. അല്ലേ, അതായത് 5 വർഷത്തിന് മുമ്പ് അവരുടെ ഏജിന്റെ റേഷ്യോ എന്താണ്? 2:1 ആണ്. ആരുടെയൊക്കെ? ഫാദറിന്റെയും സണ്ണിന്റെയും അല്ലേ, റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി. ഇനി അടുത്ത പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് ദി ഏജ് ഓഫ് ഫാദർ ആൻഡ് സൺ ആഫ്റ്റർ 10 years വിൽ ബി. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ഈ 2 കാര്യത്തിൽ പ്രസന്റിലും എന്താണ് നമുക്ക് 5 വർഷത്തിന് മുമ്പുള്ളതും നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അത് വെച്ച് അടുത്ത കാലഘട്ടത്തിൽ അവരുടെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രസന്റിൽ അവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എന്താണ്? ഫാദറിന്റെയും സണ്ണിന്റെയും 100 ആണ്. അപ്പൊ 5 വർഷത്തിന് മുമ്പാകുമ്പോൾ എങ്ങനെയായിരിക്കും? അച്ഛനും 5 വയസ്സ് കുറയും, മകനും 5 വയസ്സ് കുറയും. അത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ഇവിടെ കുറയുന്നത്? ടോട്ടൽ 10 കുറയും. അപ്പൊ ഇവരുടെ ടോട്ടൽ ഏജ് എന്താവും? അതായത് ഫാദറിന്റെയും സണ്ണിന്റെയും ടോട്ടൽ ഏജ് എന്തായിരിക്കും? 90 ആയിരിക്കും. ഈ 90 ആയിരിക്കില്ലേ ഈ 2:1 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കാൻ നിങ്ങൾ അല്ലേ? ഈ 2:1 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇവരുടെ ഈ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും വരുന്നത് അല്ലേ? നമുക്കറിയാം ഈ 2ഉം 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 90 ആയിരിക്കും. അതായത് 2 + 1 അതായത് 3 ആയിരിക്കും. എന്നാണ് ടോട്ടൽ 3 യൂണിറ്റ് ആയിരിക്കും 90 എന്ന് പറയുന്നത്. അപ്പം ഒരു യൂണിറ്റ് എത്ര ആയിരിക്കും? നമുക്ക് 90/3 ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തോന്ന് പറഞ്ഞ് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് 30 ആണെന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? 30 എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റ് 30 ആണെന്നുണ്ടെങ്കിൽ 5 വർഷം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? 5 വർഷത്തിന് മുമ്പുള്ള അച്ഛന്റെയും മകന്റെയും ടോട്ടൽ ഏജ് കണ്ടുപിടിച്ചൂടെ? ടോട്ടൽ ഏജോ അല്ലെങ്കിൽ അവരുടെ ഏജ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്കറിയാം എന്താണ് ഫാദറിന് ഇവിടെ 2 യൂണിറ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? ഇവിടെ ഒരു യൂണിറ്റ് 30 ആണെങ്കിൽ അച്ഛന് 60 വയസ്സ്. മകൻ എന്തായിരിക്കും വരുന്നത്? മകൻ ഒരു യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ 30 വയസ്സ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അച്ഛന്റെയും മകന്റെയും വയസ്സ് കിട്ടി. ഇത് ഏത് കാലഘട്ടത്തിലാണ്? 5 വർഷത്തിന് മുമ്പുള്ളതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ആഫ്റ്റർ 10 years വിൽ ബി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ ഒരു ഏജ് വന്ന ഏതാണ്? 5 വർഷത്തിന് മുമ്പുള്ള ഒരു ഏജ് ആണ് അല്ലേ? 5 വർഷത്തിന് മുമ്പുള്ള ഏജ് ആണ് നമുക്ക് കിട്ടിയത് ഈ 60 എന്നും 30 എന്നും പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കേറി എന്ത് ചെയ്യരുത്? ഇവിടെ നിങ്ങൾ ആഫ്റ്റർ 10 years എന്ന് പറഞ്ഞിട്ട് 10 ആഡ് ചെയ്യരുത്. ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കാരണം ഇതാണ് ഒരു കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. അതായത് നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്താ കിട്ടും? നമുക്ക് ഫാദറിന്റെയും സണ്ണിന്റെയും ഏജ് കിട്ടും 6:30 അല്ലെങ്കിൽ 6:3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചാടിക്കേറി നേരെ പോയിട്ട് ആഫ്റ്റർ 10 years പറഞ്ഞതുകൊണ്ട് തന്നെ 10 കൂട്ടും. ഇതെന്ന് പറയുന്നത് എന്താണ്? 5 വർഷത്തിന് മുമ്പുള്ളതാണ്. നമുക്ക് വേണ്ട എന്താണ്? ആഫ്റ്റർ 10 years ആണ്. ആഫ്റ്റർ 10 years ആകുമ്പോൾ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും വരുന്നത്? അതായത് ഇതിപ്പോൾ -5 ആണ്, ഇത് 0 ആണ്, ഇത് +5 ആണെന്ന് വെച്ചോ. സോറി, ആഫ്റ്റർ 10 years അല്ലേ? അപ്പൊ നമുക്ക് -5ൽ എന്ത് കിട്ടി? അതായത് 5 വർഷത്തിന് മുമ്പ് നമുക്ക് എന്ത് കിട്ടി? അച്ഛന്റെ ഏജ് എന്ന് പറയുന്നത് 60 ആയിട്ട് കിട്ടി, മകന്റെ ഏജ് എന്ന് പറയുന്നത് 30 ആയിട്ട് കിട്ടി. അപ്പൊ പ്രസന്റിൽ എന്തായിരിക്കും വരുന്നത്? പ്രസന്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ 5 കൂടും. 5 കൂടിയത് എന്തായിട്ട് മാറും? 65 ആയിട്ട് മാറും. ഇനി 10 years എന്ന് പറയുമ്പോഴോ അല്ലേ, വീണ്ടും 10 ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്ര ഇവിടെ ആഡ് ചെയ്യണ്ടേ? ഇവിടെ ടോട്ടൽ ആഡ് ചെയ്യേണ്ടത് 15 ആഡ് ചെയ്യണം. കാരണം എന്താണ്? പാസ്റ്റിൽ നിന്ന് പ്രസന്റിലോട്ടും പോകണം, പ്രസന്റിൽ നിന്ന് പിന്നെ ഒരു 10 വർഷം കൂടെ കൂട്ടണം. അപ്പൊ 15 വർഷമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഫാദറിന് 75ഉം സണ്ണിന് ഇവിടെ എന്തായിരിക്കും? സണ്ണിന് ഇവിടെ 45ഉം ആയിരിക്കും വരുന്നത്. റൈറ്റ്? ഇത് നിങ്ങൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യം?
അപ്പം ഇവരുടെ ഏജിന്റെ റേഷ്യോ എന്തായിരിക്കും വരുന്നത്? അല്ലേ, നമുക്കിവിടെ എന്ത് കിട്ടി? സോറി, ഞാൻ ഒന്നും കൂടി മായ്ച്ചിട്ട് എഴുതുവാണ്. ഇവിടെ നമുക്കിവിടെ എന്ത് കിട്ടി? ഫാദറിന് 75ഉം സണ്ണിന് 45ഉം കിട്ടി. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് റേഷ്യോയുടെ രൂപത്തിലാണ്. അപ്പോൾ റേഷ്യോയുടെ രൂപത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിതിനെ ചെറുതാക്കണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇപ്പോൾ 5 വെച്ചിട്ട് കട്ട് ചെയ്യുവാണെങ്കിലോ ഇവിടെ നമുക്ക് 15 വരും അല്ലേ? ഇവിടെ നമുക്ക് എന്തായിരിക്കും? 9 ആയിരിക്കും വരുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും 3 വെച്ച് കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 5 വരും, ഇവിടെ 3 വരും. അതായത് 5:3 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോം ക്രൂസ് ഈസ് 40 years old ആൻഡ് ടോം ഹാങ്ക് ഈസ് 60 years old. ഹൗ മെനി ഇയേഴ്സ് എഗോ വാസ് ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ഇസ്? ഇത് 5:9 ആണ്. 5:9. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. ഇവിടെ നമുക്ക് 2 പേരുടെ വയസ്സ് തന്നിട്ടുണ്ട്. ആരുടെയൊക്കെ? ടോം ക്രൂസ് അല്ലെ, ക്രൂസിന്റെ വയസ്സ് എത്രയാണ്? 40 ആണ്. ഹാങ്കിന്റെ വയസ്സോ 60 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഇയേഴ്സ് എഗോ വാസ് ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഇസ് 5:9. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഏജിന്റെ റേഷ്യോ 5:9 ആയിരുന്നു. 5:9 ആയിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം ഇവിടെ നിന്ന് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? കാരണം നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് സെന്റൻസിൽ നമുക്ക് ഇവരുടെ എന്താണ് ടൈം പീരീഡ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു കാലഘട്ടങ്ങളൊന്നും പറയുന്നില്ല. ഇത് പ്രസന്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചറിലാണോ, ഇവരുടെ വയസ്സ് ഏതാണ്, ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതൊന്നും പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് വയസ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് അർത്ഥം എന്താണ്? അതെന്ന് പറയുന്നത് പ്രസന്റ് ആയിരിക്കും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? കാരണം ഇവിടെ പ്രത്യേകിച്ച് വയസ്സിന്റെ കാര്യങ്ങളൊന്നും, അതായത് വയസ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് കാലഘട്ടം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രസന്റ് തന്നെ ആയിരിക്കും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? യെസ്. ഇനി നമ്മളോട് നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, അതായത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ് അവരുടെ ഏജിന്റെ റേഷ്യോ 5:9. അതായത് നമുക്കറിയില്ല, ഞാൻ അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്തു? എക്സ് ആയിട്ട് എടുത്തു, -x. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ ഏതോ കാലഘട്ടത്തിൽ അവരുടെ ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 5:9 ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്താണ് ട്രഡീഷണൽ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഇങ്ങനെയായിട്ട് എടുക്കും. അതായത് 40 - x എന്ന് എടുക്കും അല്ലേ? കാരണം ഇപ്പോൾ -x ആയിട്ട് എടുത്തുകൊണ്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 60 - x ഇസ് ഈക്വൽ ടു ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് 5/9. നിങ്ങൾക്ക് ഇങ്ങനൊരു മെത്തേഡിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവരുടെ മീൻസ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ എത്ര വർഷത്തിന് മുമ്പായിരുന്നു അവരുടെ ഈ ഏജിന്റെ റേഷ്യോ 5:9 ആയിരുന്നെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്തുണ്ട്? നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഓപ്ഷൻസ് ആർ അവർ ഫ്രണ്ട്സ് അല്ലേ. ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ 4 പേരുണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കേ നിങ്ങൾ. ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 10, 15, 20, 25 പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യത്തെ ഒരു ഓപ്ഷനായിട്ട് 10 ഇയേഴ്സ് എടുക്കാം. ഇപ്പം 10 വർഷം പുറകോട്ട് പോയാൽ അല്ലെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര വർഷത്തിന് മുൻപായിരുന്നു അവരുടെ ഏജിന്റെ റേഷ്യോ 5:9? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 10 വർഷം പുറകോട്ട് പോയാൽ അല്ലെ, 10 വർഷം പുറകോട്ട് പോയാൽ അവരുടെ ഏജിന്റെ റേഷ്യോ എന്തായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ അവരുടെ ഏജ് എന്തായിരിക്കും വരുന്നത്? അതായത് നേരത്തെ ഉണ്ടായിരുന്നത് എന്താണ്? 40 ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒന്നും കൂടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാവേ. അതായത് 40യും അതുപോലെ തന്നെ 60 ആയിരുന്നു. അപ്പോൾ 10 വർഷം പുറകോട്ട് പോകുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 10 വർഷം പുറകോട്ട് പോകുമ്പോഴത്തേക്കും ക്രൂസിന് 30 വയസ്സും ഹാങ്കിന് 50 വയസ്സും ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഏജ് റേഷ്യോ എന്താ വരുന്നത്? അല്ലേ, 3:5 ആയിരിക്കും വരുന്നത്. അല്ലല്ലോ, നമുക്ക് വേണ്ടത് എന്താണ്? 5:9 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ വരുന്നത്? അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 15 ആണ്. 15 ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ എന്തായിരിക്കും വരുന്നത്? വയസ്സ് എന്തായിരിക്കും വരുന്നത്? ആലോചിച്ച് നോക്കിക്കേ. കാരണം എന്താണ്? 15 വർഷം പുറകോട്ട് പോകണം. അപ്പോൾ 15 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ക്രൂസിന് 25 ഇയേഴ്സും ഹാങ്കിന് എത്രയായിരിക്കും വരുന്നത്? 45 ആണ് അല്ലേ? അപ്പം 25ഉം 45 ആണ് ഞാൻ ചെറുതാക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമുക്ക് 5 വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് 5ഉം
ഇത് 9 ഓം, അതായത് 5:9 എന്നുള്ള ഓപ്ഷൻ വന്നു അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അതായത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന പല ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് എപ്പോഴും നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡോ കോൺസെപ്റ്റോ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ, നമ്മളിത് എങ്ങനെയാണ് അപ്രോച്ച് എടുത്തതെന്നുള്ളത്, റൈറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ എന്താ, അറ്റ് പ്രസന്റ് ദ റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് ഗോപി ആൻഡ് സുധാകർ ഇസ് 6:5 ആൻഡ് 15 years ഫ്രം നൗ ദ റേഷ്യോ വിൽ ഗെറ്റ് ചേഞ്ച് ടു എന്താണ്, 9:8 ആണ്. അങ്ങനെയാണെങ്കിൽ ഗോപീസ് പ്രസന്റ് ഏജ് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് 2 റേഷ്യോസ് തന്നിട്ടുണ്ട് അല്ലേ, 2 റേഷ്യോസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്, ഇവിടെ തൊട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ റേഷ്യോ പ്രോബ്ലംസ് ആണ്. അതായത് നമ്മൾ ഇതുവരെ നോക്കിയത് സിംഗിൾ റേഷ്യോ പ്രോബ്ലംസ് ആയിരുന്നു. ഇപ്പോൾ സിംഗിൾ റേഷ്യോ പ്രോബ്ലംസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എന്താണ്, ഇവിടെ 2 റേഷ്യോസ് ഉണ്ട്. അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രസന്റ് ഏജിൽ ഗോപിയുടെയും സുധാകരൻ്റെയും ഏജ് റേഷ്യോ പറയുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഗോപിയും ഇത് സുധാകറുമാണ് അല്ലേ. പ്രസന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഏജിന്റെ റേഷ്യോ പറയുകയാണ് നമ്മളോട് 6:5 ആണെന്ന് പറയുന്നുണ്ട്. ഇനി 15 years ഫ്രം നൗ അല്ലേ, അപ്പം ആഫ്റ്റർ 15 years എന്തായിരിക്കും, അവരുടെ റേഷ്യോ മാറും എന്ന് പറയുന്നുണ്ട്. റേഷ്യോ എന്തായിട്ട് മാറും, 9:8 ആയിട്ട് മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരും. അതായത് നിങ്ങൾക്ക് ഞാൻ തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യന് തൊട്ട് മുന്നേ എങ്ങാണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഈ ഏജ് ഡിഫറൻസ് ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു. ആണല്ലോ അല്ലെ, ഏജ് ഡിഫറൻസ് ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ റേഷ്യോ മാറുവാണ് അല്ലേ. പ്രസന്റിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 6:5 ആണ്. പക്ഷെ ആഫ്റ്റർ 15 years എന്താ, അവരുടെ ഏജിന്റെ റേഷ്യോ 9:8 ആകും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, പ്രസന്റിൽ നമ്മളുടെ ഏജ് അല്ലെ, എൻ്റെ ഏജ് 30ഉം നിങ്ങളുടെ ഏജ് 20ഉം ആണെങ്കിൽ നമ്മളെ ഡിഫറൻസ് എത്രയായിരിക്കും, 10 തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ലല്ലോ, ഇല്ല. പക്ഷേ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 10 years ആണെങ്കിലോ എന്തായിരിക്കും, എനിക്ക് 40 ആയിരിക്കും, നിങ്ങൾക്ക് 30 ആയിരിക്കും. അപ്പോഴും നമ്മുടെ ഏജ് ഡിഫറൻസ് എന്ത് തന്നെയാണ്, 10 തന്നെയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രസന്റിൽ നമ്മളുടെ റേഷ്യോ എന്തായിരിക്കും പറഞ്ഞത്, ഏജിന്റെ റേഷ്യോ എന്തായിരിക്കും വരുന്നത്, 3:2 ആയിരിക്കും. ഇനി ആഫ്റ്റർ 10 yearsോ അതെന്തായിരിക്കും, 4:3 ആയിരിക്കും. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഏജ് ഡിഫറൻസ് ഒരിക്കലും മാറില്ല. പക്ഷെ എന്ത് മാറാം, റേഷ്യോ മാറിക്കൊണ്ടേയിരിക്കാം അല്ലേ. റേഷ്യോ നിങ്ങൾക്ക് എത്ര വർഷം കഴിയും തോറും, ഓരോ വർഷം കഴിയും തോറും നമ്മളുടെ എന്ത് ചെയ്യാം, ഏജ് റേഷ്യോസ് അല്ലേ, ഏജുകൾ തമ്മിലുള്ള റേഷ്യോസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം. പക്ഷെ ഒരിക്കലും എന്ത് മാറില്ല, ഡിഫറൻസ് മാറില്ല. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞ ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന നമ്മൾ ഡബിൾ റേഷ്യോ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞുതരാം. ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഡബിൾ റേഷ്യോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഒറ്റ ഷോർട്ട് കട്ട് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ഏജിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 6:5 ആണ്. ആഫ്റ്റർ 15 years എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഏജിന്റെ റേഷ്യോ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 9:8 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമുക്കറിയാം, ഈ ഏജ് ഡിഫറൻസ് ഒരിക്കലും മാറില്ല. പക്ഷെ എന്ത് ചെയ്യാം, രണ്ടുപേർ തമ്മിലുള്ള ഏജ് റേഷ്യോസ് എന്ത് ചെയ്യാം, മാറിക്കൊണ്ടേ ഇരിക്കാം. ഇത് നമുക്കറിയാം. ഇനി നമുക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്താണ്, ഒരു റേഷ്യോനെ നമ്മൾ ഒരിക്കലും അതിന്റെ രൂപത്തിൽ നിന്ന് ഏജിലോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾക്ക്
ഇപ്പം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുണ്ട്, നമുക്ക് ഇവരുടെ ഏജ് കിട്ടും. അതെങ്ങനെ കിട്ടുന്നത്? ഇപ്പം സപ്പോസ് ഇവിടെ എന്തുണ്ട്, 6x ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 5x ഉണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനി ഈ എക്സിന് നിങ്ങൾ വാല്യൂ 1 ഇട്ട് നോക്കിക്കേ. അപ്പോൾ അത് ശരിക്കും എന്തായിരിക്കും? ഇപ്പോൾ 1 അല്ലെങ്കിൽ 2, 3, 4, നിങ്ങളിങ്ങനെ 1, 2, 3, 4, 5 എന്നൊക്കെ നിങ്ങൾ എക്സിന് വാല്യൂ ഇട്ട് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും വരുന്ന ടേബിൾ ഏതായിരിക്കും? 6 ടേബിൾ ആയിരിക്കും അല്ലേ. 6 1s are 6, 6 2s are 12, 6 3s are 18. ഇങ്ങനെയല്ലേ പോകുന്നത്. അതായത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇപ്പം ഗോപിയുടെ വയസ്സാണെങ്കിൽ ഇപ്പം 6x ആണെന്നുണ്ടെങ്കിൽ ഗോപിയുടെ വയസ്സ് ഡെഫിനറ്റ്ലി വരുന്ന എന്തായിരിക്കും? അതൊരു 6 ടേബിളിലുള്ള ഒരു ഏജ് ആയിരിക്കണം അല്ലേ. അതായത് 6 ടേബിൾ കൊണ്ട് അല്ലെങ്കിൽ 6 കൊണ്ട് നമ്മൾ ഇപ്പം നാച്ചുറൽ നമ്പർ ആയിട്ട് നമ്മൾ 1, 2, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി 6 ടേബിൾ വരുന്നതാണ്. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതോ ഒരു നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഗോപിയുടെ വയസ്സെന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗോപിയുടെ പെർസെൻറ്റേജ് എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗോപിയുടെ പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? ഗോപിയുടെ പെർസെൻറ്റേജ് അല്ലേ. നമുക്ക് നേരത്തെ ഒരു കാര്യം അറിയായിരുന്നു, എന്താണ്? ഈ ഗോപിയുടെ ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 6x ആണ്. അപ്പോൾ എക്സിൽ നമ്മൾ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പർ എന്ന് പറയുന്നത് 6 ടേബിൾ തന്നെയാണ് അല്ലേ. ഇനി തന്നിരിക്കുന്ന നമ്പറിൽ ഏതൊക്കെയാണ് 6 ടേബിൾ? ഓപ്ഷൻസ് നോക്കിക്കേ. 21 6 ടേബിൾ ആണോ? അല്ല. 24ഓ? യെസ് ആണ്. 30ഓ? യെസ്, 30യും 6 ടേബിൾ ആണ്. 40 അല്ല. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നമ്മളിപ്പോൾ 2 ഓപ്ഷൻ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്താണ്? 24ഉം 30യും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചു അല്ലേ. നമ്മൾ ഫസ്റ്റ് എന്താണ്? പ്രസന്റ് റേഷ്യോ നോക്കി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാമത്തെ റേഷ്യോ ഇട്ട് നോക്കാം. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് നോക്കാം. റൈറ്റ്? പറഞ്ഞ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പം ഇവിടെയാണ് നമുക്ക് എന്താണ് ഡബിൾ റേഷ്യോ ആ ഒരു പ്രോബ്ലംസിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻ വെച്ച് നമ്മുടെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ആ കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഓപ്ഷനിൽ ഐഡന്റിറ്റിക്കലായിട്ട് 2 ഓപ്ഷൻസ് നമുക്ക് കിട്ടാം അല്ലെ. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് ആയിട്ട് കിട്ടും. അപ്പം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ റേഷ്യോയും കൂടി അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം രണ്ടാമത്തെ റേഷ്യോയും കൂടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഗോപിയുടെയും സുധാകരൻ്റെയും ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:8 ആണ്. അതായത് ഗോപിയുടെ മാത്രം എടുക്കുകയാണെങ്കിൽ 9x ആണ് അല്ലേ. അപ്പം 9x ആണെങ്കിൽ എന്തായിരിക്കണം? ഡെഫിനറ്റ്ലി ഗോപിയുടെ ഏജ് എന്ന് പറയുന്നത് അല്ലെ 15 വർഷം കഴിയുമ്പോൾ അത് എന്തായിരിക്കണം? അത് 9ന്റെ ഒരു ടേബിൾ ആയിരിക്കണം. നമ്മളിപ്പം നേരത്തെ പ്രസന്റിൽ പറഞ്ഞ കണക്കല്ലേ, പ്രസന്റിൽ ഗോപിയുടെ 6x ആയിരുന്നു. അതായത് 6ന്റെ ടേബിളിലാണ് ആ ഏജ് വരുന്നത്. റൈറ്റ്? അപ്പോൾ ഇനി ആഫ്റ്റർ 15 ഇയേഴ്സ് എന്തായിരിക്കണം? അത് 9 ടേബിളിൽ വരണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മളിവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏജ് എന്തൊക്കെയാണ്? 24ഉം 30. ഇത് രണ്ടുമല്ലേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ആഫ്റ്റർ 15 ഇയേഴ്സ് എന്തായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ 24 എന്തായിട്ട് മാറും? 15 വർഷം കഴിയുമ്പോൾ 39 മാറും. അടുത്ത 30 എന്തായിട്ട് മാറും? 45 ആയിട്ട് മാറും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, 15 വർഷത്തിന് ശേഷം ഗോപിയുടെ ഏജ് എന്തായിരിക്കണം? 9 മൾട്ടിപ്പിൾ ആയിരിക്കണം. 39, ഈ പറയുന്ന 39 എന്താണ്? 9 മൾട്ടിപ്പിൾ ആണോ? അല്ല. 45 എന്താണ്? 9 മൾട്ടിപ്പിൾ ആണ്. 45 എന്ന് പറഞ്ഞാൽ നമുക്ക് 45 കിട്ടിയത് എവിടെയാണ്? അല്ലെ, ആഫ്റ്റർ 15 ഇയേഴ്സ് ആണ്. അപ്പോൾ പ്രസന്റിൽ എത്രയായിരിക്കും വരുന്നത്? പ്രസന്റിൽ 30 ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ കോൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത് അല്ലേ. പക്ക കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കല്ല, നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചാലോ? നമുക്ക് ആ ഷോർട്ട് കട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഷോർട്ട് കട്ട് നമുക്ക് നോക്കാവേ. ഇപ്പോൾ ഷോർട്ട് കട്ട് പഠിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഗോപിയും സുധാകറും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു? ഗോപിയുടെയും സുധാകരൻ്റെയും ഏജ് റേഷ്യോ എഴുതണം അല്ലേ. എന്ത് പറഞ്ഞിരിക്കുന്നു? അറ്റ് പ്രസന്റിൽ അവരുടെ ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 6:5 ആണ്. ഇത് നമുക്കറിയാം. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നതാണ് ആഫ്റ്റർ 15 ഇയേഴ്സ്
എന്താണ് ദ റേഷ്യോ വിൽ ഗെറ്റ് ചേഞ്ച് ടു 9:8 ആണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 9:8 കൂടി എഴുതി. റൈറ്റ്, ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്കറിയാം എന്താണ്, ഇപ്പം ഗോപിയുടെയും സുധാകരൻ്റെയും പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഏതോ ഒരു നമ്പർ ഉണ്ട് അല്ലേ, ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവരുടെ ശരിക്കുമുള്ള വയസ്സ് കിട്ടും. ഈ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ എക്സ് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഈ എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവരുടെ ഏജ് കിട്ടും. അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് ഇതാണ് ഇയർ ഡിഫറൻസ്. ഇവർ തമ്മിലുള്ള ഇയർ ഡിഫറൻസ് എത്രയാണ്, 15 ആണ് അല്ലേ. ഇവിടുത്തെ ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണ്. ഇൻറ്റു ബേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഏറ്റവും താഴെയുള്ളത് ആരാണോ അവരുടെ വ്യത്യാസം. ഇപ്പം ഈ ടേബിൾ ഇതൊരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ ആരാണുള്ളത്, ഈ 9ഉം 8ഉം ആണ് അല്ലേ. ഇതിനെയാണ് നമ്മൾ ബേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവരുടെ ബേസ് ഡിഫറൻസ് എത്രയാണ്, 1 ആണ് അല്ലേ. ഇൻറ്റു ബേസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ആരുടെയൊക്കെ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ൻ്റെയും 8ൻ്റെയും 5ൻ്റെയും 9ൻ്റെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പം നോക്കുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും വരുന്നത്, ക്രോസ് മൾട്ടിപ്ലൈ പറയുമ്പം നമുക്ക് എന്തറിയാം, 6 8s are 48, 5 9s are 45. അപ്പോൾ 48 മൈനസ് 45 എന്തായിരിക്കും വരുന്നത്, 3 ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും കൂടി നമ്മളിപ്പോൾ എടുത്ത് എഴുതി വെച്ചിരുന്ന കാര്യം ഒന്നും കൂടി നോക്കാം. എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു ഇയർ ഡിഫറൻസ് നമുക്കറിയാം എന്താണ്, 15 വർഷമാണ് അല്ലേ. 15 ഇൻറ്റു ബേസ് ഡിഫറൻസ് നമുക്കറിയാം 1 ആണെന്ന്, ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്കിവിടെ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, 5 കിട്ടും. സോ 5 1s are 5 തന്നെയാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും അല്ലേ, എക്സ് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് 5 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി, 5 ആണെന്ന് കിട്ടി. റൈറ്റ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗോപിയുടെ പെർസെൻറ്റേജ് ആണ്. അപ്പം ഗോപിയുടെ പെർസെൻറ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കണം, 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 6 5s are 30 കിട്ടും. ഓപ്ഷൻ സി കിട്ടും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഇവിടെ പഠിച്ച 2 കാര്യങ്ങളാണ്. അതായത് നമ്മൾ കോൺസെപ്റ്റും നോക്കി, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളും കൂടെ നോക്കി, നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടും കൂടി നോക്കി. ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. 2 റേഷ്യോസ് തരുവാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യണേ, നമ്മളവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ഇയർ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാം അല്ലേ. നമ്മളൊരു ടേബിൾ പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് എത്രയാണ് അവരുടെ ഇയർ ഗ്യാപ്പ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കും. റൈറ്റ്, അതായിരിക്കും എന്തെന്ന് പറയുന്നത്, അവരുടെ ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇൻറ്റു ബേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും താഴെ ആരാണോ ഉള്ളത് അവരുടെ വ്യത്യാസം നമ്മൾ എടുക്കും. അതാണ് ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ബേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എന്താണ്, ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ആരുടെയൊക്കെ, തന്നിരിക്കുന്ന 2 റേഷ്യോകളുടെ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസും കൂടി എടുക്കും. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ എവിടെയെങ്കിലും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം, അത് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഡബിൾ റേഷ്യോസ് വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻ ആണ്. ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദ റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് ആലിയ ഭട്ട് ആൻഡ് സാറ അലി ഖാൻ അറ്റ് പ്രസന്റ് ഈസ് 3:1. 4 years earlier the ratio was 4:1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് ഏജ് ഓഫ് ആലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് എഗെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ഭയങ്കര എളുപ്പമാണ് ആ കോൺസെപ്റ്റ് വെച്ചിട്ട്. പക്ഷെ ആ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത് കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കില്ല, ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ കോൺസെപ്റ്റിലും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ
ഒന്ന് ആലോചിച്ച് നോക്കണം എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലേ? നമ്മൾ കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു റേഷ്യോയിൽ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഓപ്ഷനിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നോക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രണ്ടാമത്തെ റേഷ്യോ നമ്മൾ എടുക്കും. ആ രണ്ടാമത്തെ റേഷ്യോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏജസ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ കോൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നത്. റൈറ്റ്? അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പറയുന്ന ഷോർട്ട് കട്ട് മെത്തേഡും കൂടി അപ്ലൈ ചെയ്ത് നോക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ഞാനിപ്പോൾ പറയാൻ പോകുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ കാണാവൂ. കാരണം നിങ്ങൾ ഇത് ചെയ്തു പോവുകയാണെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് ചെയ്തു പോവുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു എന്നുള്ളതാണ്. റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ റേഷ്യോസ് ഓഫ് ഏജസ് ഓഫ് ആലിയ ഭട്ട് ആൻഡ് സാറ അലി ഖാൻ, അല്ലേ? ആലിയയുടെയും സാറയുടെയും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പ്രസന്റിലെ അവരുടെ ഏജ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. 3:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 years earlier the ratio was 4:1. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ പ്രസന്റ് എടുക്കാം. പ്രസന്റിൽ അവരുടെ ഏജ് റേഷ്യോ എന്താണ്? 3:1 ആണ്. 4 years earlier പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? -4 എടുത്തു. അതെന്തായിരിക്കും വരുന്നത്? അതെന്ന് പറയുന്നത് 4:1. ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച ഷോർട്ട് കട്ട് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഫോർമുല വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ എടുക്കരുത്. ആ സമയത്ത് എന്തെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ആദ്യം ആ ഒരു ടേബിൾ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെ നമ്മളൊരു ടേബിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നതിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസ് ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ എക്സ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും എവിടെയാണ്? ഏറ്റവും ടോപ്പിൽ. ആ ടേബിളിൽ ഏറ്റവും ടോപ്പിൽ ആരാണോ അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ് എന്നുള്ളൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. ആ എക്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ആ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ടേബിളിന്റെ ഏറ്റവും ടോപ്പിൽ ആരായിരിക്കും വരേണ്ടത്? ഈ നെഗറ്റീവ് ആയിരിക്കും. അതായത് പാസ്റ്റിൽ കാലഘട്ടം, അല്ലേ? പഴയ കാലഘട്ടത്തിന് 4 വർഷത്തിന് മുമ്പോ 5 വർഷത്തിന് മുമ്പോ എന്ന് പറയുന്നെങ്കിൽ ആരാണോ അവരായിരിക്കും ആ ടേബിളിൽ ടോപ്പ് വരുന്നത്. അതായത് പാസ്റ്റ് ടോപ്പിൽ വരും, അല്ലേ? രണ്ടാമത് വരുന്ന ആരായിരിക്കും? രണ്ടാമത് വരുന്നത് പ്രസന്റ് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ആര് വരുന്നത്? പ്ലസ്. അതായത് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്നോ ആഫ്റ്റർ 4 ഇയേഴ്സ് എന്നോ പറയുകയാണെങ്കിൽ വരുന്നത് ആരായിരിക്കും? ഏറ്റവും താഴെത്തട്ടിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് ആലിയ ഭട്ട് ആൻഡ് സാറ അലി ഖാൻ പ്രസന്റിൽ അവരുടെ 3:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡബിൾ റേഷ്യോ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. പാസ്റ്റ് എന്ന് പറയുമ്പം 4 years earlier ആണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? -4 വരും. ഈ -4ൽ അവരുടെ ഏജ് റേഷ്യോ എന്താണ്? 4:1 ആണ്. ഇനി പ്രസന്റിൽ അവരുടെ ഏജ് റേഷ്യോ എന്താണ്? 3:1 ആണ്, അല്ലേ? ഇനി നമുക്കറിയാം, നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സ് ഇട്ട് കൊടുത്താൽ ഈ എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ ഇവരുടെ ആൻസർ കിട്ടും. ഇപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒന്നും കൂടി ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ഇത് ഓർത്തിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇയർ ഡിഫറൻസ് എന്താണ്? ഇവരുടെ ഇയർ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 ഇൻറ്റു, അല്ലേ? 4 ഇൻറ്റു ഇനി ബേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഡിഫറൻസ് ആണ്. ഇവരുടെ ഡിഫറൻസ് എന്താണ്? 2 ആണ്, അല്ലേ? ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്താ വരും? ഇങ്ങനെയാണ്. അപ്പോൾ 4 1s are 4, 3 1s are 3, so 4 minus 3 1 വരും, അല്ലേ? ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തായിട്ട് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 8 ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം, അല്ലേ? 4 വർഷത്തിന് മുമ്പ് ആലിയുടെ വയസ്സ് എന്തായിരിക്കും വരുന്നത്? ആലിയുടേത് 4x ആണ്. 4x എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 32 വരും, അല്ലേ? പ്രസന്റിൽ അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ആലിയുടെ വയസ്സ്, അതായത് 4 വർഷത്തിന് മുമ്പ് 32 ആണ്. അപ്പോൾ പ്രസന്റിൽ എത്രയായിരിക്കും വരുന്നത്? അല്ലേ? 36 വരും. അതായത് ഓപ്ഷൻ സി വരും.
സോ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എക്സ് കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്നുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതൊരു ടേബിൾ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ആ ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ആരായിരിക്കും, പാസ്റ്റ് ആയിരിക്കും, അല്ലെ മൈനസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം പ്രസൻറ്റ്, അതിനുശേഷം ഫ്യൂച്ചർ. ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ടേബിൾ ഇടുന്നതും. ഫോർമുല നമ്മൾ എന്താണ് പഠിച്ചത്, എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ ആദ്യം കോൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ഈസിയാണ് ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് അല്ലെ ഡബിൾ റേഷ്യോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്, ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്താണ്, 6 years ago the ratio of the ages of KL Rahul and Hardik Pandya was 6:5. Okay, fine. 4 years hence the ratio of their ages will be 11:10. So what is Hardik's age at present? ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ റേഷ്യോ, രണ്ട് റേഷ്യോസ് ഇവിടെ പറയുന്നത് കൊണ്ട് തന്നെ ഇത് ഡബിൾ റേഷ്യോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് മറ്റേ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്കിത് ചെയ്യാനായിട്ടും പറ്റും. അപ്പം നിങ്ങൾ ഇവിടെ ഇതൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിക്കുക, നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാവുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ പറയാം. ഇവിടെ എന്താണ്, നമുക്ക് രണ്ട് പേരുണ്ടെന്ന് അറിയാം അല്ലേ, KL രാഹുലും ഉണ്ട്, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും ഉണ്ട്. രണ്ട് പേരുണ്ട് നമുക്കറിയാം. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താണ്, 6 years ago ആയതുകൊണ്ട് തന്നെ 6 വർഷത്തിന് മുമ്പ് അവരുടെ ഏജിന്റെ റേഷ്യോ എന്താണെന്ന് പറയുന്നുണ്ട്, 6:5 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി 4 years hence എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പ്രസന്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും വരുന്നത്, 4 വർഷം ആഫ്റ്റർ 4 years അവരുടെ ഏജിന്റെ റേഷ്യോ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, 11:10 ആണെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം, റൈറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ഹാർദിക്സ് ഏജ് പ്രസന്റ് അല്ലെ, നിലവിൽ ഹാർദിക് പാണ്ഡ്യയുടെ വയസ്സ് എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, റൈറ്റ്. അപ്പം നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കിവിടെ എക്സ് ഇട്ട് കൊടുക്കുക. ഈ എക്സ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, നമുക്ക് KL രാഹുലിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും 6 വർഷത്തിന് മുമ്പുള്ള വയസ്സ് കിട്ടും. അങ്ങനെ 6 വർഷത്തിന് മുമ്പുള്ള വയസ്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് അവരുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ് ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഇയർ ഡിഫറൻസ് എന്താണ് വരുന്നത്, 6 ആണോ അതോ 4 ആണോ? കാരണം എന്താണ്, പാസ്റ്റിൽ നിന്ന് പുറകോട്ട് 6 വർഷം പോയി, അപ്പോൾ അതും കൂട്ടണം, പ്ലസ് ഇനി അങ്ങോട്ടുള്ള 4 വർഷം. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 10 വർഷമാണ് കേട്ടോ. ഇയർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇവിടെ 10 ആണ്. അത് നിങ്ങൾ മറക്കരുത്, തെറ്റിക്കരുത്. എന്താണ് 10 ഇൻറ്റു ബേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബേസ് ഡിഫറൻസ് അല്ലേ. ഇവിടെ എന്താണ് 11ൻ്റെയും 10ൻ്റെയും ഡിഫറൻസ് എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് 1 കിട്ടി. ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് ഇവിടെ നമ്മൾ ആരുടെയൊക്കെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്, ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ. 6 10s ആർ എന്താണ് 60, 11 5s ആർ 55. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, നിങ്ങൾക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. ഇതും എന്തായി കട്ടാവും. ഇവിടെ നിങ്ങൾക്ക് എക്സ് എന്തായിട്ട് കിട്ടും, എക്സ് നിങ്ങൾക്ക് ഇവിടെ 2 ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, KL രാഹുലിൻ്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും നമുക്ക് എന്ത് കിട്ടി, നമുക്ക് വയസ്സ് കിട്ടും. എത്രയൊക്കെയാന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പം ക്വസ്റ്റ്യനിൽ ഹാർദിക് പാണ്ഡ്യ മാത്രം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഹാർദിക് പാണ്ഡ്യയുടെ മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 6 വർഷത്തിന് ശേഷം എന്തായിരിക്കും വരുന്നത്, ഹാർദിക് പാണ്ഡ്യയുടെ വയസ്സ് എന്തായിരിക്കും വരുന്നത്, 5x അല്ലേ, 5 ആണ് വരുന്നത്. പക്ഷേ 5x എന്ന് പറയുമ്പോൾ 5 × 2 എന്ന് കിട്ടും, 10 എന്ന് പറഞ്ഞ് കിട്ടും. ഇതെന്ന് പറയുന്നത് 6 വർഷത്തിന് മുമ്പുള്ളതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് ആണ്. പ്രസന്റ് ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, 10 + 6 16 വരും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്, ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, റൈറ്റ്. ഓക്കെ, ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. 4 years ago the ratio of the ages of A and B was 2:3 and after 4 years it will become 5:7. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ഏജ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ, പ്രസന്റ് ഏജ് എന്താണെന്നുള്ളത്.
ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെയിം കോൺസെപ്റ്റ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം എന്താണ്, ഷോർട്ട് കട്ട്സ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പുറകിൽ എന്തുണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ കോൺസെപ്റ്റും കൂടി ആലോചിച്ച് നോക്കണം. നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതും കൂടി പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ ഈ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാവൂ. ഞാനിപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ടൈം എടുക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞു പോവാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഷോർട്ട് കട്ടും കൂടി, ആ ഒരു കോൺസെപ്റ്റും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ നോക്കണം, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 4 years ago ദ റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് എ ആൻഡ് ബി വാസ് എന്താണ്, 2:3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തറിയാം, 2 പേരുണ്ടെന്ന് അറിയാം അല്ലെ, A:B എന്ന് പറയുന്ന 2 പേരുണ്ട്. 4 years ago, അതുകൊണ്ട് തന്നെ 4 വർഷത്തിന് മുമ്പ് അവരുടെ ഏജ് റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എത്രയെന്ന്, 2:3 ആണെന്ന് പറയുന്നുണ്ട്. ഇനി ആഫ്റ്റർ 4 years പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ +4 ഇട്ടു. ഇറ്റ് വിൽ ബിക്കം എന്തായിരിക്കും എന്ന് പറഞ്ഞു, 5:7 ആണെന്ന് പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പ്രസന്റ് ഏജ് അല്ലെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രസന്റ് ഏജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ ഒരു എക്സ് ഇട്ട് കൊടുക്കാം. ഈ എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 4 വർഷത്തിന് മുമ്പുള്ള അവരുടെ ഏജ് കിട്ടും. അതുവഴി നമുക്ക് പ്രസന്റ് ഏജും കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്? അപ്പോൾ നമുക്കിവിടെ എന്താണ്, എക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഫോർമുല, ഇയർ ഡിഫറൻസ് ഇൻറ്റു ബേസ് ഡിഫറൻസ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ഇവിടെ എന്തായിരിക്കും പറയുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു ഇയർ ഗ്യാപ്പ് എത്രയാണ് വരുന്നത് ഇവിടെ, ഇതാണ്. അപ്പം ടോട്ടൽ 8 വരും ഇയർ ഗ്യാപ്പ്, ഇൻറ്റു ബേസ് ഡിഫറൻസ് എന്ന് പറയുമ്പം ഈ 5-ൻ്റെയും 7-ൻ്റെയും ഡിഫറൻസ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, 2 വരും, ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ്. ക്രോസ് മൾട്ടിപ്പിൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവരുടെ എന്തായിരിക്കും വരുന്നത്, 5 3s are 15, 2 7s are 14. സോ 15 മൈനസ് 14 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടും, 16 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് ദെയർ പ്രസന്റ് ഏജ്, അവരുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 വർഷത്തിന് മുമ്പ് നമുക്ക് അവരുടെ പ്രസന്റ് ഏജ് എന്താണ്, എയുടെ വയസ്സ് എന്തായിരിക്കും, എ വിൽ ബി 32 ആയിരിക്കും. കാരണം എന്താണ്, എക്സ് എന്ന് പറയുന്നത് 16 ആണ്. ആൻഡ് ബി വിൽ ബി എന്തായിരിക്കും, സോറി ബി എന്തായിരിക്കും വരുന്നത്, 48 ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രസന്റിൽ അവരുടെ ഏജ് എന്തായിരിക്കും, എ എന്ന് പറയുന്നത് 36 ആയിരിക്കും, ബി എന്ന് പറയുന്നത് അല്ലേ 52 ആയിരിക്കും. കാരണം എന്താണ്, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 4 വർഷത്തിന് മുമ്പുള്ള വയസ്സ് കിട്ടി, 32 48 കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രസന്റിൽ എന്തായിരിക്കും, +4 ആഡ് ചെയ്താൽ മതി. ഇത് ക്ലിയർ ആയല്ലോ. ഇതിൽ ഏത് ആൻസറാണ് വരുന്നത്, 36ഉം 52ഉം വരുന്നത്, ഓപ്ഷൻ ഡി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ്ലീനിയസ് ആണ്. നമ്മൾ അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതായത് 2 ടൈപ്പിലും വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ എന്താ പറയുന്നത്, സം ഓഫ് ദി ഏജസ് ഓഫ് 5 ചിൽഡ്രൻ ബോൺ അറ്റ് ദി ഇന്റർവെൽസ് ഓഫ് 3 years ഈച്ച് ഇസ് 50 years. വാട്ട് ഈസ് ദ ഏജ് ഓഫ് യങ്ങസ്റ്റ് ചൈൽഡ്? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് 2 കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനെ കാണാൻ, മീൻസ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ സം ഓഫ് ദി ഏജസ് ഓഫ് 5 ചിൽഡ്രൻ ബോൺ അറ്റ് ദി ഇന്റർവെൽസ് ഓഫ് 3 years ഈച്ച് ഇസ് 50 years എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ടോട്ടൽ ഏജ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 50 പറഞ്ഞിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു നിങ്ങൾ എന്തായിരിക്കും പറഞ്ഞത്, അതായത് ഒരു കുട്ടി ജനിച്ച് 3 വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത കുട്ടി ജനിക്കുന്നത്. അതിനും 3 വർഷം കഴിയുമ്പോഴായിരിക്കും അടുത്ത കുട്ടികൾ ജനിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, നിങ്ങൾ എഴുതാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ, എക്സ് പ്ലസ് ഇതാണ് x+3 പ്ലസ് എന്തായിരിക്കും x+6 പ്ലസ് x+9 പ്ലസ് എന്തായിരിക്കും x+12 അല്ലേ. ഇങ്ങനെ നിങ്ങൾ 5 പേരുടെയും കൂടി അല്ലേ വയസ്സ് നിങ്ങൾ കൂട്ടും. ഇതാണെന്ന് പറയുന്നത് എന്താണ്, 50 എന്ന് പറയും. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത് എന്തല്ല, ഈ ഒരു ടൈപ്പ് അല്ല.
അതിന് പകരം എന്താണ് ഞാൻ നിങ്ങൾക്കൊരു കോൺസെപ്റ്റാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സം ഓഫ് ഏജസ് ഓഫ് 5 ചിൽഡ്രൻ ബോൺ അറ്റ് ദി ഇന്റർവെൽസ് ഓഫ് 3 ഇയേഴ്സ് ഈച്ച്. അല്ലേ? എന്താണ് ഓരോ 3 വർഷം ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടികൾ ജനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുപോലെ നമുക്കൊരു കോൺസെപ്റ്റ് അറിയാം. എന്താണ് ഈ എക്സ്, നമ്മൾ ആദ്യം ജനിച്ച കുട്ടി നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, രണ്ടാമത് ജനിച്ച കുട്ടി നമ്മൾ X+3 ആയിട്ട് എടുത്തു, മൂന്നാമത് ജനിച്ച കുട്ടി നമ്മൾ X+6. കാരണം ഓരോ കുട്ടികളും ജനിക്കുന്ന ഇടവിട്ട് എന്ത് ഗ്യാപ്പ് ഉണ്ട്, ഓരോ 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അവർക്കിടയിൽ. ആണോ അല്ലയോ? ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, എക്സ് എന്ന് പറയുന്ന നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെക്കുവാണെങ്കിൽ, ഞാൻ പറയുകയാണ് എക്സ് എന്ന് പറയുന്ന ഒരാൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ജനിക്കുന്ന, എക്സ് കഴിഞ്ഞിട്ട് ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും വരുന്നത്, X+3 ആയിരിക്കും. അതായത് ഇവിടെ എന്താണോ കുട്ടിയുടെ ഏജ്, അത് ഫോർ എക്സാമ്പിൾ 20 ആണെങ്കിൽ ഈ കുട്ടിയുടെ വയസ്സ് എന്തായിരിക്കും വരുന്നത്, 23 ആയിരിക്കും. അടുത്തത് 26 ആയിരിക്കും. ഞാൻ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഇപ്പം എനിക്കുണ്ട്, എൻ്റെ ചേട്ടനാണെങ്കിൽ എന്തായിരിക്കും 3 വയസ്സ് എന്നേക്കാൾ കൂടുതലായിരിക്കും. കാരണം ഞാൻ ജനിക്കുന്നതിൻ്റെ 3 വർഷം മുമ്പായിരിക്കും എൻ്റെ ചേട്ടൻ ജനിച്ചിട്ടുണ്ടാവുന്നത്. അതിനും 3 വർഷം മുമ്പായിരിക്കും ആ ആളുടെ ചേട്ടൻ ജനിച്ചിട്ടുണ്ടാവുന്നത്. ആണല്ലോ? അപ്പോൾ ഇതേ കോൺസെപ്റ്റിൽ എന്തായിരിക്കും, നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യത്തെ ആളെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത ആളെ നമുക്ക് എങ്ങനെ ചെയ്യാം, X+3 ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത ആളെ നമ്മൾ X+6 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇതായിരിക്കും എന്ത് വരുന്നത്, എൽഡസ്റ്റ് ആള്. ആണല്ലോ? ഇനി നമുക്ക് നേരെ തിരിച്ചാണെങ്കിലോ, പുറകോട്ടാണെങ്കിലോ എന്തായിരിക്കും വരുന്നത്, X-3 X-6 ആയിട്ട് എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഒരു -6 ഉണ്ട്, ഒരു +6 ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെല്ലാം കൂട്ടാം കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എന്തായിരിക്കും, ഇവിടെ ഒരു -6 ഉണ്ട്, ഇവിടെ ഒരു +6 ഉണ്ട്, അത് ക്യാൻസൽ ആയിട്ട് പോവും. ഇവിടെയും എന്തുണ്ട്, ഒരു +3 ഉണ്ട്, ഒരു -3 ഉണ്ട്, അതും ക്യാൻസൽ ആയിട്ട് പോവും. അപ്പം നിങ്ങൾക്ക് ഇനി ബാക്കി ഇവിടെ വരുന്നത് എന്തായിരിക്കും വരുന്നത്, അല്ലേ, = ഇതാണ് എന്തെന്ന് പറയുന്നത്, 50 എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്കി റിമൈനിങ് ഉള്ളത് എന്താണ്, 5x മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 50 = 5x എന്ന് പറയാം. അപ്പം എന്തായിരിക്കും വരുന്നത്, x = എന്താ, 10. അതെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 10 എന്ന് പറഞ്ഞ് കിട്ടി. നമ്മളോട് ചോദിച്ചതാണ് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദി യങ്ങസ്റ്റ് ചൈൽഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അതായത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ 50 = നമ്മൾ എന്ത് ചെയ്തു, എക്സ് എടുത്തു, X+3 എടുത്തു, X+6 എടുത്തു, അല്ലേ. നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെയാണോ ചെയ്യുന്നതാണോ നല്ലത്, ഇതാണോ ചെയ്യുന്നതാണോ നല്ലത്, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും, നിങ്ങൾക്കൊരു പാറ്റേൺ കിട്ടും. സോ ആ പാറ്റേൺ വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 5 പേരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ സെയിം പാറ്റേൺ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്ത് ഇതിലോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു പാറ്റേൺ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഗുണങ്ങളിൽ നമുക്ക് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റും, റൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടി, x = നിങ്ങൾക്ക് 10 എന്ന് പറഞ്ഞ് കിട്ടി, റൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ 10 എന്ന് പറയുന്നത് ആരാണ്, ഇവിടെ 10 എന്ന് പറയുന്നത് മിഡിൽ ചൈൽഡ് ആണ്, അല്ലേ. മിഡിൽ ചൈൽഡിന്റെ ഏജ് ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യങ്ങസ്റ്റ് ചൈൽഡിന്റെ ഏജ് എന്തായിരിക്കും ഇവിടെ വരുന്നത്, X-6 ആണ്. X-6 എന്ന് പറയുമ്പോൾ 10 - 6 നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. അതായത് ഓപ്ഷൻ സി കിട്ടും. ഇത് ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, മൈ സിസ്റ്റർ ഈസ് 3 years older than me. മൈ ഫാദർ വാസ് 28 years of age when my brother was born, while my mother was 26 years of age. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ വായിച്ചുമ്പോൾ തന്നെ മനസ്സിലാവും, ഭയങ്കര ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പസിൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ്, സ്പീഡിൽ വായിച്ച് പോകണം, എത്ര ആൾക്കാരുണ്ടെന്ന് ജസ്റ്റ് നോക്കി പോകണം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിലൊന്നും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നമുക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടണമെന്നില്ല. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ നോക്കാം എക്സാമ്പിളായിട്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മൈ സിസ്റ്റർ ഈസ് 3 years older than me എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ സിസ്റ്റർ ഉണ്ടെന്നറിയാം അറ്റ്ലീസ്റ്റ്, അല്ലേ. സിസ്റ്റർ എന്ന് പറയുന്നത് എത്രയാണ്, എന്നേക്കാൾ എത്ര വയസ്സ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്, 3 വയസ്സ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പം 3 വയസ്സാണെന്ന് അറിയാം നമുക്ക്, അല്ലേ.
ഇനി അടുത്ത പറയുന്നത് മൈ ഫാദർ വാസ് 28 years ഓഫ് ഏജ് വെൻ മൈ ബ്രദർ വാസ് ബോൺ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡ് സെന്റൻസ് നോക്കുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. കാരണം ബ്രദറിനെ എവിടെ കൊണ്ടുവെക്കും അറിയില്ല. പ്രശ്നമില്ല, നിങ്ങൾ അടുത്തൊന്ന് വായിച്ചു നോക്കേ. വൈൽ മൈ മദർ വാസ് 26 years ഓഫ് ഏജ് വെൻ ഐ വാസ് ബോൺ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എന്ത് മനസ്സിലായിട്ടുണ്ട്? ഇവിടെ ഞാൻ ജനിച്ച സമയത്ത് എന്താണ് അമ്മയുടെ വയസ്സ് എന്തായിരുന്നു? മദറിന്റെ വയസ്സ് 26 ആയിരുന്നു. ഇത് നമുക്കറിയാം. ഇനി അടുത്ത പറയുന്നത് ഇഫ് മൈ ബ്രദർ വാസ് 4 years ഓഫ് ഏജ് വെൻ മൈ സിസ്റ്റർ വാസ് ബോൺ. അതായത് എന്താണ് ബ്രദറിന് എന്തായിരിക്കും? ബ്രദറിന് സിസ്റ്ററിനേക്കാൾ 4 വയസ്സ് കൂടുതലാണ് എന്താണ് സിസ്റ്റർ ജനിച്ച സമയത്ത്. അപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ ഒരു പാറ്റേൺ കിട്ടില്ലേ? ഇപ്പം നമുക്ക് ബ്രദറിന്റെ സ്ട്രക്ചറും കൂടെ കിട്ടി. ബ്രദറിന് എത്ര വയസ്സ് കൂടുതലാണ്? 4 വയസ്സ് കൂടുതലായിരുന്നു. ഇത് നമുക്ക് കിട്ടി. ഇനി ആ സെന്റൻസ് എന്ത് ചെയ്യുക? ഒന്നും കൂടി വായിക്കുക. എവിടെയായിരുന്നു നമുക്ക് കിട്ടാണ്ട് പോയത്? ഇതായിരുന്നു അല്ലേ? മൈ ഫാദർ വാസ് 28 years ഓഫ് ഏജ് വെൻ മൈ ബ്രദർ വാസ് ബോൺ. അതായത് ബ്രദർ ജനിച്ച സമയത്ത് ഫാദറിന്റെ ഏജ് എന്തായിരുന്നു? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 28 ആയിരുന്നു. ഇത് നമുക്കറിയാം, റൈറ്റ്? ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദെൻ വാട്ട് വാസ് ദ ഏജ് ഓഫ് മൈ ഫാദർ ആൻഡ് മദർ റെസ്പെക്റ്റീവ്ലി വെൻ മൈ സിസ്റ്റർ വാസ് ബോൺ. സിസ്റ്റർ ജനിച്ച സമയത്ത് അവരുടെ ഏജ് എന്തായിരുന്നു എന്നാണ് നമ്മളുടെ ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇമാജിൻ ചെയ്ത് നോക്ക്. ഈ സിസ്റ്റർ ജനിച്ച സമയത്ത് അതായത് ബ്രദർ ജനിച്ച സമയത്ത് ബ്രദറിന്റെ ഏജ് എന്തായിരുന്നു? ബ്രദർ ജനിച്ച സമയത്ത് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 28 ആയിരുന്നു. അപ്പൊ സിസ്റ്റർ ജനിക്കുന്ന സമയത്ത് എന്താണ്? +4 ആണ്. അപ്പൊ എന്തായിരിക്കും വരുന്നത്? +4 ആണെന്നുണ്ടെങ്കിൽ 32 വരും അല്ലെ? സിസ്റ്റർ ജനിക്കുന്ന സമയത്ത് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 32 ആയിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ എന്താണ്? ഞാൻ ജനിച്ച സമയത്താണ് അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? 26 ആണ് അല്ലെ? അമ്മയുടെ വയസ്സ് 26 ആണ്. എന്നേക്കാൾ 3 വയസ്സ് കൂടുതലാണ് സിസ്റ്ററിന്. അപ്പൊ അമ്മയ്ക്ക് എന്തായിരിക്കും? അമ്മയ്ക്ക് 3 വർഷം കുറവാണ്. അമ്മ പ്രസവിച്ച സമയത്ത്, കാരണം എന്നെ പ്രസവിക്കുന്നതിന് 3 വർഷം മുമ്പായിരിക്കുമല്ലോ എൻ്റെ പെങ്ങളെ പ്രസവിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരുന്നത്? ഇവിടെ വരുന്നത് -3 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും വരുന്നത് ഇവിടെ? വയസ്സ് എന്തായിരിക്കും വരുന്നത്? ഫാദറിന് 32ഉം മദറിന് 23 ആയിരിക്കും വരുന്നത്. അപ്പൊ ഏത് ഏജ് ആണ് അങ്ങനെ വരുന്നത്? ഓപ്ഷൻ എ ആണ്. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഈ സിംഗിൾ റേഷ്യോ ക്വസ്റ്റ്യൻസും ഡബിൾ റേഷ്യോ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഡബിൾ റേഷ്യോ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ലോട്ടറി ആണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് അവിടെ ഒന്നുമില്ല, ചിന്തിക്കാൻ പോലും ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആ ഷോർട്ട് കട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സിംഗിൾ റേഷ്യോ അല്ലാണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഡബിൾ റേഷ്യോ അല്ലാണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ആ കോൺസെപ്റ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര വലിയ കോൺസെപ്റ്റ്സ് ഒന്നും അല്ല, ഭയങ്കര സിമ്പിൾ കോൺസെപ്റ്റ്സ് ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അടുത്ത ഒരു പാർട്ടിൽ ഞാൻ എന്ത് ചെയ്യും? കുറച്ചും കൂടി ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അടുത്ത ഒരു പാർട്ടിൽ ഇടുന്നത്. അവിടെ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ആ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു 10 ക്വസ്റ്റ്യൻസോട് കൂടി എന്ത് ചെയ്യും? നമ്മൾ ഈ ഏജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യും. താങ്ക് യു.